നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളാണ്. ഈ സ്കൂളിൽ നിന്ന് ഇവിടെ ഒരു FM റേഡിയോ ആരംഭിച്ചിരിക്കുകയാണ്. വേവ്സ് ഓഫ് മുട്ടമ്പലം എന്ന FM റേഡിയോ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റ് അനീഷ് പുന്നൻ പീറ്റർ ആണ്. നമുക്കിതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഉച്ച സമയത്ത് കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്ത് ഇരുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പം നമുക്കിങ്ങനെ ഒരു മൈക്ക് സിസ്റ്റം എല്ലാ ക്ലാസ് റൂമുകളിലും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രവാർത്തകൾ, അതിൽ നിന്നുള്ള ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ അവർക്ക് കൊടുക്കും. പത്രത്തെ ആസ്പദമാക്കിയുള്ള ന്യൂസാണ്. അത് കുട്ടികൾ ഓടി വന്ന് ആൻസർ പറയും. എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആദ്യം പറയുകയായിരുന്നു, അത് കഴിഞ്ഞത് റിട്ടൺ ആയിട്ട് അവർ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അത് ബുക്ക് രേഖപ്പെടുത്താൻ പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഇപ്പം ലോക തണ്ണീർത്തട ദിനം, ബഹുമാനപ്പെട്ട നമ്മുടെ ഗായകൻ M ജയചന്ദ്രൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തോടുള്ള അനുസ്മരണം, അതൊക്കെ നമ്മൾ ആ ഒരു സന്ദർഭം പറഞ്ഞു കൊടുത്തേച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗാനങ്ങളൊക്കെ കേൾപ്പിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കൗതുക വാർത്തകൾ, ശാസ്ത്ര കൗതുകങ്ങൾ, ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങളോടൊപ്പം കലാപ്രവർത്തനങ്ങളോട് കുട്ടികളിൽ കൂടെ തന്നെ വികസിപ്പിച്ച് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് വേവ്സ് ഓഫ് മുട്ടമ്പലം എന്ന ഈ ഒരു പ്ലാൻ ചെയ്തത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ലഭ്യമായത്. അതിനു മുമ്പേ തൊട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 40,000 രൂപയ്ക്ക് മുകളിലായി ഇത്രയും ബോക്സുകളും ഒക്കെ നമുക്ക് റെഡിയാക്കി ഈ രീതിയിലാക്കി കിട്ടാൻ. അപ്പോൾ അത് റെഡിയായപ്പോൾ അന്ന് ഇവിടെ കണ്ണു നിറഞ്ഞ അധ്യാപകരുണ്ട്. അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഇതെന്ന് പറഞ്ഞ് അപ്പോൾ അവരോട് ഇനിഷ്യേറ്റീവ് എടുത്താണ് ഈ പ്രോഗ്രാംസ്, ഉച്ചയ്ക്കത്തെ പ്രോഗ്രാം കൊണ്ടുപോയി. പിന്നെ ഉദ്ഘാടനം എന്നൊരു തരത്തിലേക്ക് അതിന് കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് അതിനെ ഒരു ഇനാഗ്രേഷനായിട്ട് നല്ലൊരു ഫംഗ്ഷനായിട്ട് നടത്താമെന്നുള്ള രീതിയിൽ ആലോചിച്ച്, അപ്പോൾ ഈ ഒരു ഡേറ്റ് ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13 തിരഞ്ഞെടുത്ത് അതിനനുയോജ്യമായ ഒരാളെ കണ്ടെത്തി അങ്ങനെ ഇന്നത്തെ ദിവസം അതങ്ങ് പ്ലാൻ ചെയ്യുന്നു. ഏതാ സാറാണ് ഈ പ്രോഗ്രാം നമുക്ക്, ഞാൻ ഈ നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരാളിന് വേണ്ടിയാണ് ശരിക്കും അനീഷ് സാറിനെ വിളിച്ചത്. സാറാണ് അതിനുള്ള ആളിനെ വിട്ടത്. അപ്പം YMCAയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു സാമ്പത്തികവും ഉണ്ടായി. അപ്പോൾ പിന്നെ എന്താണേലും അനീഷിനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാമെന്നുള്ള, അനീഷിനെ നമുക്കൊരു വലിയ ഫിഗറാണ്. ഞങ്ങൾ പക്ഷേ ഒരേ ചർച്ച, വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പം കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അനീഷിനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് സ്കൂളിലൊന്ന് കൊണ്ടുവരണം, അതിന് ആപ്റ്റായിട്ടൊരു പ്രോഗ്രാം കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം കിട്ടിയപ്പം അത് അനീഷിനെ തന്നെ അതിന് ഗസ്റ്റായിട്ട് നിശ്ചയിച്ച് അങ്ങനെ കൊണ്ടുവന്നു. എല്ലാ ദിവസവും ഇപ്പം ഈ പരിപാടി നടക്കുന്നുണ്ട്. അതിനെ ഇനിയും കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് പാട്ട്, ക്വിസ്, പിന്നെ ചില ഇൻഫർമേറ്റീവായിട്ടുള്ള ചെറിയ ഓഡിയോ ക്ലിപ്സ്, ടീച്ചേഴ്സ് കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ടങ് ട്വിസ്റ്റർ, കടങ്കഥകൾ, അങ്ങനെ പല ഐറ്റംസാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കവികളെ പരിചയപ്പെടുത്തുക, അവരുടെ കവിയെ പറഞ്ഞിട്ട് അവരുടെ പ്രധാനപ്പെട്ട കവിതകൾ, അതൊക്കെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള